ഹായ് ലേണേഴ്സ്, SGOയുടെ BCom പഠിതാക്കളായിരിക്കും ഈ ഒരു വീഡിയോ എൻ്റേത് കാണുന്നത്. ഓക്കെ, എല്ലാവരെയും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്താണ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമുക്ക് എന്തൊക്കെയാണ് കവർ ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്, ഇതിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ചെറിയൊരു ഇത് കിട്ടിയിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ഞാനിവിടെ രണ്ട് കാര്യത്തിലൂടെയാണ് നിങ്ങൾക്ക് ക്ലാസ് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒന്നിവിടെ SGOയുടെ ഒഫീഷ്യലായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, നമുക്ക് ഇതാണ് ഏകദേശം ഇതിൻ്റെ പേജ് നമ്പർ 303 പേജ് നമ്പർ ഇവിടെ ഏകദേശം വരുന്നുണ്ട് അല്ലേ. ഇത്രത്തോളം PDFനകത്ത് ആണ് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, രണ്ടാമത്തേത് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഓരോ ക്ലാസ്സിനും വേണ്ടിയിട്ടുള്ള PPT തയ്യാറാക്കിയിട്ടുണ്ട്. അതിലുള്ള മേജറായിട്ടുള്ള പ്രീവിയസിൽ ചോദിച്ചിട്ടുള്ള കഴിഞ്ഞ യൂണിവേഴ്സിറ്റിയുടെ എക്സ്പീരിയൻസ് പ്രകാരം മാത്രം തയ്യാറാക്കിയിട്ടുള്ള ഒരു PPT ബേസ്ഡാണ് നിങ്ങൾക്ക് ഞാനിവിടെ ക്ലാസ് എടുക്കുക. ഓക്കെ, അപ്പോൾ രണ്ടും പാടെ കമ്പയർ ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഇന്നത്തെ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിലൂടെ ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരെയും ഞാൻ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ എനിക്കൊന്ന് ഉറപ്പ് തരണം, ഈ ഒരു വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് 100 ലൈക്ക് നിങ്ങൾ തരണം. നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഞാൻ മുഴുവനായിട്ടും തരും. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഒരു വിദ്യാർത്ഥിയും തോൽക്കാൻ പാടില്ല. എന്നല്ല, ഫുൾ മാർക്ക് എങ്ങനെ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നേടാന്നുള്ളത് നമുക്ക് ഈ ഒരു സീരീസിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട സപ്പോർട്ട് എനിക്കൊരു 100 ലൈക്ക് എന്ത് ചെയ്യണം, ഇത് തരണം. അഥവാ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും എന്താണ് ലൈക്ക് അടിച്ചാൽ മാത്രമേ അത് 100 ലൈക്കിലേക്ക് എത്തുള്ളൂ. എന്നാൽ മാത്രമായിരിക്കും നെക്സ്റ്റ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇവിടെ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇങ്ങനെ ഒരു കണ്ടീഷൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. 100 ലൈക്ക് ഈ ഒരു വീഡിയോക്ക് നിങ്ങൾ തരികയാണെങ്കിൽ അടുത്ത ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അല്ലേ, നമ്മുടെ കോഴ്സ് കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് കോഴ്സ് കോഡ്? SGB2 24 CM101 MC എന്നുള്ളതാണ് അല്ലേ. ഇവിടെ 24 എന്നുള്ളത് ചിലപ്പോൾ മാറാനൊക്കെ സാധ്യത ഉണ്ട് കേട്ടോ. ഇനി 25 ആകുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ബുക്ക് മാറും. അഥവാ ഇതിപ്പോൾ 24 2024 ഒരു കോഡിലായതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഏതായാലും വേണ്ടില്ല, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ബാച്ചിലർ ഓഫ് കൊമേഴ്സ് ഹോണേഴ്സിന് പഠിക്കാനുള്ളതാണ് അല്ലേ. നമ്മുടെ ഹോണേഴ്സാണ് നമ്മുടെ വിദ്യാർത്ഥികൾ. മേജർ കോഴ്സാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റിനാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നമ്മുടെ യൂണിവേഴ്സിറ്റിൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ചട്ടമ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരിക്കും. ഒരു ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് എല്ലാം നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഇത് കിട്ടിയിട്ടുണ്ടായിരിക്കും. 4 ഇയർ UG പ്രോഗ്രാമാണ് അല്ലേ, സെൽഫ് ലേണിംഗ് മെറ്റീരിയലാണ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇത് നോക്കിയാൽ മനസ്സിലാവും. ചട്ട കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ ബുക്കുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് പ്രീവിയസ് ഇയറിൽ. ഇനി ബ്ലോക്ക് 1 ആണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ നോക്കുന്നത് ഇൻട്രൊഡക്ഷൻ അല്ലേ. നമ്മുടെ ഈ ഒരു ക്ലാസ്സുമായി ബന്ധപ്പെട്ടുള്ള ഇൻട്രൊഡക്ഷൻ ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ബ്ലോക്ക് 1. ബ്ലോക്ക് 1 തന്നെ നോക്കൂ, നമുക്ക് ഏകദേശം 4ഓളം ചാപ്റ്ററുകൾ അതിനകത്ത് വരുന്നുണ്ട്. ബ്ലോക്ക് 1 നമുക്ക് 3 ചാപ്റ്ററാണ് വരുന്നത് ബ്ലോക്ക് 1 കേട്ടോ. ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്നിവിടെ തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഈ ഒരു ബേസ് ടെക്സ്റ്റ് ബുക്ക് അടിസ്ഥാനമാക്കിയിട്ടാണ് നിങ്ങൾക്കുള്ള ക്ലാസ്സുകൾ ഞാനിവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. എന്താണ് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് അല്ലേ, 1ാമത്തെ ചാപ്റ്ററാണ് യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്. എല്ലാവർക്കും നീ മനസ്സിലായിട്ടുണ്ടാകും. നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്, +2 നമ്മളിത് കഴിഞ്ഞ് വന്നവരാണ് അല്ലേ. അല്ലെങ്കിൽ +2 +1 കൊമേഴ്സ് എടുക്കാത്ത വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിലും അവർക്കും വളരെ സിമ്പിൾ ആകുന്ന രൂപത്തിൽ എന്ത് ചെയ്ത് മനസ്സിലാകും. ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്താണ് അതിൻ്റെ അർത്ഥം വരുന്നത്? അക്കൗണ്ടിങ്ങിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. എന്താണ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ബേസ് എന്താണ് അതിൻ്റെ ആവശ്യകത, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഈ ഒരു മെറ്റീരിയലിൽ, ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ പറയുന്നത് യൂണിറ്റ് 1 അല്ലേ. അപ്പോൾ നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് കാണാം ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്ങിൽ 1ാമത്തെ യൂണിറ്റിൽ ഇവിടെ ആദ്യം നമുക്ക് ഇതിൻ്റെ ഒരു ഡെഫിനിഷനാണ് കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്താണ് ഇതിൻ്റെ ഒരു ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിലൂടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ നിങ്ങൾക്ക് തയ്യാറാക്കിയിട്ടുള്ള PPTയിൽ ഇതിൽ പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് അർത്ഥങ്ങളുണ്ട്. മീനിങ് ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നവരായിരിക്കാം, ചില ആളുകൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നവരായിരിക്കും. പ്രധാനപ്പെട്ട പോയിന്റിൻ്റെ അർത്ഥം പാടെ ഞാൻ താഴെ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ താഴെ ഭാഗത്ത് നിങ്ങൾക്ക് കാണുന്നത് കേട്ടോ. അപ്പോൾ അക്കൗണ്ടിങ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് എ ബിസിനസ്, അതാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, കാണുന്നില്ലേ, അക്കൗണ്ടിങ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്.
അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ഒരു ലാംഗ്വേജ് ആണ്. അപ്പോൾ മനസ്സിലാക്കി നിങ്ങൾ, അതിൻ്റെ ഒരു ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഭാഷ എന്നൊക്കെ അർത്ഥമല്ലേ. അപ്പോൾ ബിസിനസ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ്സിന് അക്കൗണ്ടിങ് ഇല്ലാതെ ഒഴിച്ചു കൂടാൻ പറ്റില്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് അല്ലേ. അക്കൗണ്ടിങ് എന്നുള്ള സക്സസ്ഫുൾ ആയിട്ട് ബിസിനസ് ഒരു പ്രോഫിറ്റബിൾ ആയിട്ടും അല്ലെങ്കിൽ നല്ല രൂപത്തിൽ ഒബ്റ്റെയിൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിങ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡോക്ടർമാർക്ക് വേറെ ഡെഫിനിഷൻ പറയും, വേറെ ഉള്ളവർ വേറെ ഡെഫിനിഷൻ അവരുടെ ഫീൽഡിനും പറയും. അപ്പോൾ നമ്മുടെ ഈ ഒരു അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അക്കൗണ്ടിങ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്, എ സിസ്റ്റമാറ്റിക് ടൂൾ ഫോർ റെക്കോർഡിങ്. നമ്മുടെ സാമ്പത്തികപരമായിട്ടുള്ള അല്ലേ കുറേ കാര്യങ്ങളാണ് നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാവുക. അപ്പോൾ അതിനൊക്കെ സിസ്റ്റമാറ്റിക് ആയിക്കൊണ്ട് റെക്കോർഡ് ചെയ്യപ്പെടുത്തുന്ന ഒരു ടൂളാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. മാത്രമല്ല പിന്നെന്താണ്, അനലൈസിങ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, താഴെ അർത്ഥം ഞാൻ കൊടുത്തിട്ടുണ്ട്, ഉപഭോക്താക്കൾ അല്ലേ, ഗുണഭോക്താക്കൾ അഥവാ ഇത് ബന്ധപ്പെട്ട ആളുകൾ. കുറേ ആളുകൾക്ക് ഇത് എന്ത് ചെയ്യണം, നമ്മുടെ അക്കൗണ്ടിങ് റിപ്പോർട്ട്സുകളൊക്കെ അവർക്ക് വളരെ യൂസ്ഫുൾ ആകുന്ന രൂപത്തിൽ നല്ല രൂപത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ ഡാറ്റയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിലെന്ത് ചെയ്യുന്നുണ്ട്, ധാരാളം വിശകലനം ചെയ്യുന്നുണ്ട്, അനലൈസ് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസ് അല്ലേ. ഇതൊക്കെ ജനങ്ങൾക്ക്, പുറത്തുള്ള ഒരാളുകൾക്ക് അല്ലെങ്കിൽ ആർക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇതിന് ഉപഭോക്താക്കൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഡാറ്റ വളരെ രൂപത്തിൽ ഹ്രസ്യമായ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ അവർക്ക് എന്ത് ചെയ്യും മനസ്സിലാവുന്നതാണ്. അതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ബേസ് ആയിട്ടുള്ള കാര്യം പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ. ഓക്കെ, ദിസ് യൂണിറ്റ് കവേഴ്സ് ദ മീനിങ്. ഈ യൂണിറ്റിൽ എന്ത് ചെയ്യാൻ നമ്മൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ചർച്ച ചെയ്യുന്നത്, മീനിങ്, അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ് എന്താണ്, പ്രോസസ്സ്, സ്കോപ്പ്, ക്യാരക്ടറിസം, അഡ്വാൻസ്, ലിമിറ്റേഷൻ ആൻഡ് യൂസ് ഓഫ് അക്കൗണ്ടിങ് അല്ലേ, അലോങ് വിത്ത് ഫൗണ്ടേഷണൽ കൺസെപ്റ്റ് ഓഫ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് GAAP അല്ലേ, അഥവാ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. ഇത് പ്രകാരമുള്ള അല്ലേ പൊതുവായിട്ട് അക്കൗണ്ടിങ്ങിന് കുറച്ച് നിയമങ്ങൾ, തത്വങ്ങളൊക്കെ ഉണ്ട് അല്ലേ. നമ്മളൊരു അമേരിക്കൻ സ്റ്റാൻഡേർഡിൽ പറയുന്നുണ്ട്, ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരുടെ ഒരു അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഫോർമേഷൻ ആണ്, അല്ലെങ്കിൽ അവരുടെ ഒരു സ്ഥാപനമാണ്. മെയിനായിട്ട് അവർക്ക് ഒഫീഷ്യലായിട്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ പബ്ലിഷ് ചെയ്യാൻ പറ്റും അല്ലേ. അതേപോലെ തന്നെയാണ് അമേരിക്കനായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്, നമ്മൾ ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്, ഓരോ സ്റ്റാൻഡേർഡുകളെ പറ്റി പറയുന്നുണ്ട്. അവരാണ് ഈ അക്കൗണ്ടിങ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ യൂണിറ്റിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് മീനിങ്, അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ് എന്താണ്, പ്രോസസ്സ്, എങ്ങനെയാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ആക്ടിവിറ്റി നടക്കുന്നത്, ഇതിൻ്റെ എത്രത്തോളം സാധ്യതകളുണ്ട്, ഏതൊക്കെ മേഖലകളിൽ അത് വിശാലമായി കിടക്കുന്നുണ്ട്, ഇതിൻ്റെ സ്വഭാവം എങ്ങനെയാണ് അല്ലേ, ഇതിൻ്റെ ഒരു സ്വഭാവം നമുക്ക് മനസ്സിലാക്കണം. അതേപോലെ അഡ്വാൻറ്റേജ്, ഇതിൻ്റെ പ്രത്യേക അഥവാ ഉപകാരങ്ങൾ എന്തെയാണ്, ഒരു സ്ഥാപനത്തിൽ അക്കൗണ്ടിങ് ഫോർമേഷൻ കൊണ്ടുവന്നാൽ എന്തൊക്കെ ഉപകാരങ്ങളുണ്ടെന്നുള്ളത് മനസ്സിലാക്കാം. അതേപോലെ ചില അക്കൗണ്ടിങ് സ്ഥാപനങ്ങളിൽ അക്കൗണ്ടിങ് കൊണ്ടുവന്നാൽ ലിമിറ്റേഷൻസും ധാരാളം ഉണ്ട് അല്ലേ. ഏതൊരു കാര്യം നമ്മൾ തുടങ്ങുകയെന്നുണ്ടെങ്കിലും ഉപകാരം ഉണ്ടാകും, അതോടൊപ്പം ചില ലിമിറ്റേഷൻസ് ഒക്കെ ആ സ്ഥാപനത്തിൽ ഉണ്ടാവാറുണ്ട്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ പ്രധാനപ്പെട്ട് നിങ്ങളെ മുമ്പിൽ നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് ഈ യൂണിറ്റ് 1. അതാണ് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്ങിൽ പറയുന്നത്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഭാഗം തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഓക്കെ, അക്കൗണ്ടിങ് ഇതിനകത്തും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എന്തൊക്കെയാണെന്നുള്ളത്. ഈ കാര്യങ്ങൾ ഓരോന്നായിട്ട് നിങ്ങൾക്ക് പറയാൻ മനസ്സിലായി. അക്കൗണ്ടിങ് ഈസ് ദ ലാംഗ്വേജ് അല്ലേ, യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ ഓഫ് ബിസിനസ് ഈസ് ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലേ. അതാരൊക്കെയാണ് ഓണേഴ്സ്, അത് നമ്മൾ പറയും കേട്ടോ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇതിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകളാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മറ്റേ PDF നിങ്ങൾക്ക് ഇവിടെ കൺക്ലൂഡ് ചെയ്തിട്ട് അതിൽ ഇൻവോൾവ് ചെയ്തിട്ട് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു PDF മാത്രം നോക്കി പോയാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഈ ഒരു PPT നോക്കി പോയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, രണ്ടിൻ്റെയും മെത്തേഡ് നിങ്ങൾക്ക് കിട്ടാൻ ഈ PPTയും അതേപോലെ തന്നെ നമ്മുടെ PDF ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുക. അത് കിട്ടുന്നില്ലെങ്കിൽ താഴെ ജസ്റ്റ് ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ, ഞാൻ നിങ്ങൾക്ക് അതെന്ത് ചെയ്യും, അത് അയച്ചു തരുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കൂ, രണ്ടാമത്തെ ഒരു ഇതിലേക്ക് നമുക്ക് പോവാം. വാട്ട് യു വിൽ ലേൺ. നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, ലേണിംഗ് ഔട്ട്കംസ് ആണ്. ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റ് കഴിയുന്നതോട് കൂടെ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുക എന്നുള്ളതാണ് അല്ലേ. ബൈ ദ എൻഡ് ഓഫ് ദിസ് യൂണിറ്റ് യു വിൽ ബി ഏബിൾ ടു അല്ലേ, നമ്മൾ പ്രാപ്തരായിത്തീരും അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ആയിത്തീരും എന്നുള്ളതാണ്.
പ്രധാനപ്പെട്ട 4 പോയിന്റുകളൊക്കെ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ കൺസെപ്റ്റുകൾ പറയുന്നുണ്ട്, അഡ്വാൻറ്റേജ് പറയുന്നുണ്ട്, GAAP എന്ന് പറയുന്നുണ്ട്, ഡിഫറൻറ്റേറ്റീവ് പറയുന്നുണ്ട്. ഈ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു കാര്യങ്ങളിൽ എന്ത് ചെയ്യും, ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കുന്നതിലൂടെ പറയുന്നുണ്ട്. ഓക്കെ, ഇതിവിടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. ഇതെന്താണെന്നുള്ളതൊക്കെ നമുക്ക് നെക്സ്റ്റ് വരുന്ന ക്ലാസ്സുകളിലായിട്ട് നമുക്ക് ഓരോന്ന് യൂണിറ്റ് കവർ ചെയ്യുമ്പോൾ മനസ്സിലാക്കാം കേട്ടോ. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ചാപ്റ്റർ അഥവാ യൂണിറ്റ് 1 എന്നുള്ളത് 2 വീഡിയോയിലായിട്ട് മാക്സിമം കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഏകദേശം ഒരു ക്ലാസ് എന്ന് പറഞ്ഞത് 30 മിനിറ്റോളായിരിക്കും ഉണ്ടാവുക. രണ്ടാമത്തെ ക്ലാസ്സിൽ 30 മിനിറ്റോളം ഉണ്ടായിരിക്കും. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ ഒരു യൂണിറ്റ് 1 കവർ ചെയ്യാം. ഓക്കെ, നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങളെ സപ്പോർട്ട് അനിവാര്യമാണ്. പറഞ്ഞതുപോലെ ഇതെന്തല്ല ഒരു ലൈവ് ഇൻട്രാക്റ്റീവ് ക്ലാസ് അല്ല അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് നമ്മളായിട്ട് സംവദിക്കാനുള്ള ഏറ്റവും മാർഗം കമൻ്റ് ഇടുക. നിങ്ങൾക്ക് ആവശ്യമായ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻ്റ് ഇടുക. നമുക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന രൂപത്തിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇത്തരത്തിലുള്ള ഡൗട്ടുകൾ ചോദിക്കുക. അതേപോലെ എന്തെങ്കിലും ഞാൻ മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അതൊക്കെ കമൻ്റ് ഇടുക. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ അതും പാടെ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് തയ്യാറാകാൻ പറ്റുന്നതാണ്. ഓക്കെ, നിലവിൽ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടായിരിക്കും കിട്ടുക കേട്ടോ. ഓക്കെ, ദെൻ ഇനി നോക്കൂ, നിങ്ങൾ വൈ അക്കൗണ്ടിങ് മാറ്റേഴ്സ് എ സ്റ്റോറി ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രാധാന്യം, എന്താണ്, എന്തുകൊണ്ട് അക്കൗണ്ടിങ് എന്തുകൊണ്ട് വരണം എന്നുള്ളതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ലഘൂകരണമായിട്ടാണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. എന്തുകൊണ്ടാണ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രാധാന്യം, എന്തുകൊണ്ട് അക്കൗണ്ടിങ് വരണം നോക്കൂ. ഒരു ചെറിയൊരു കഥയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ കഥ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് നോക്കാം. ഓക്കെ, മിസ്റ്റർ രാജ് ആൻഡ് മിസ്റ്റർ കിരൺ സെറ്റപ്പ് എ ഹാൻഡ് ക്രാഫ്റ്റഡ് ജ്വല്ലറി സ്റ്റാൾ അറ്റ് ബസ്റ്റ്ലി സിറ്റി ഫെയർ പർച്ചേസിങ് 8 ഡിസൈൻസ് വിത്ത് 100 പീസസ് ഈച്ച്. നോക്കൂ, എന്താണ്, ഒരു രാജൻ്റെയും കിരണിൻ്റെയും ഒരു കഥ പറയാണ്. അവരെന്ത് ചെയ്തു, ഒരു ജ്വല്ലറി ഹാൻഡിക്രാഫ്റ്റഡ് ജ്വല്ലറി സ്റ്റാൾ അവരുടെ നാട്ടിൽ എന്ത് ചെയ്തു, ഒരു ടൗണിൽ അവർ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബിസിനസ് എന്ത് ചെയ്തു, അവർ സ്റ്റാർട്ട് ചെയ്തു, രാജു കിരൺ. ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാനൊന്നും ചാൻസ് ഇല്ല. എന്നാലും അക്കൗണ്ടിങ് എന്ന് പഠിക്കുന്ന നമ്മളിതിൻ്റെ ഒരു ബേസ് പഠിക്കുന്ന സമയത്ത് നിർബന്ധമായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ നമുക്ക് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഒരു പ്രാധാന്യങ്ങൾ മനസ്സിലാക്കണം അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് മാത്രം എന്ത് ചെയ്യുന്നത്, ഇതിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരെന്ത് ചെയ്തു, ഒരു ജ്വല്ലറി സ്റ്റാൾ എന്ത് ചെയ്തു, റോഡ് സൈഡിൽ ചെറുതായിട്ട് ഇവിടെ നിങ്ങൾക്ക് ഫോട്ടോ കാണാൻ പറ്റും. ഇതേ രൂപത്തിൽ എന്ത് ചെയ്തു, അവർ ചെറിയൊരു ഹാൻഡിക്രാഫ്റ്റഡ് ജ്വല്ലറി സ്റ്റാൾ അവരെന്ത് ചെയ്തു, തുറന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു ബിസിനസ്സാണ് കേട്ടോ. അവരത് തുറന്നു ഒരു സിറ്റിയിൽ. അവരെന്ത് ചെയ്തു, തുടക്കത്തിൽ ആദ്യമായിക്കൊണ്ട് പർച്ചേസിങ് 8 ഡിസൈൻസ് വിത്ത് 100 പീസസ് ഈച്ച് അല്ലേ. 8 ഡിസൈൻ വരുന്ന 100 പീസുകൾ സാധനങ്ങൾ അവർ വാങ്ങി അല്ലേ. അവരെ ബിസിനസ്സിലേക്ക് വേണ്ട 100 പീസ് സാധനം വാങ്ങിയിട്ടുണ്ട്. മാത്രമല്ല 8 ഡിസൈൻ അനുസരിച്ചാണ് വാങ്ങിയിട്ടുള്ളത്. 8 ഡിസൈനുള്ള സാധനം 100 എണ്ണം വാങ്ങി. അങ്ങനെ എന്ത് ചെയ്തു, സെയിൽസ് വെറും ബ്രിസ്ക് ബട്ട് ദേ ഫോർഗെറ്റ് ടു ട്രാക്ക് ട്രാൻസാക്ഷൻ. അവരെന്ത് ചെയ്തു, അവരുടെ അങ്ങനെ ആ റോഡ് സൈഡിലുള്ള കച്ചവടം, തെരുവോര കച്ചവടം അല്ലെങ്കിൽ അവരുടെ കച്ചവടം നല്ല രൂപത്തിൽ അവരെന്ത് ചെയ്തു, അത് ഫുള്ള് സെയിൽ ചെയ്തു. ഫുള്ളായിട്ടില്ലെങ്കിലും പാർട്ടിലി അവരെന്ത് ചെയ്തു, അത് കുറേ കച്ചവടമൊക്കെ നടന്നു അല്ലേ. പക്ഷേ ബട്ട് ദേ ഫോർഗോട്ട് ടു ട്രാക്ക് ട്രാൻസാക്ഷൻ. അവരെന്ത് ചെയ്തു, അവരുടെ സാമ്പത്തിക ഇടപാടുകളൊക്കെ എഴുതി വെക്കാൻ വേണ്ടി മറന്നു. അഥവാ സാമ്പത്തിക ഇടപാടെന്ന് പറയുമ്പോൾ ആദ്യം അവരുടെ ഈ ഒരു ഹാൻഡിക്രാഫ്റ്റ് സാധനം പർച്ചേസ് ചെയ്ത സ്ഥലമുണ്ട്, വാങ്ങിയ സ്ഥാപനം ഉണ്ട് അല്ലേ. അവിടുന്ന് എത്ര രൂപക്കാണ് പർച്ചേസ് ചെയ്തത്, അവർ എത്ര എങ്ങനെയാണ് ഇങ്ങോട്ട് പർച്ചേസ് ചെയ്ത് വന്നു, അപ്പോൾ എങ്ങനെയാണ് കൊണ്ടുവന്നത്, ഇനി ബസ്സിനാണെങ്കിൽ അതിനുള്ളൊരു ഫെയർ എത്രയാണ്, പെട്രോൾ അടിച്ചതിൻ്റെ ഫെയർ എത്രയാണ്, അല്ലെങ്കിൽ അവർ എത്ര പീസ് വിറ്റു, ഇവിടുന്ന് എത്ര പീസ് വിറ്റു, ആർക്കൊക്കെ കൊടുത്തു, ഏത് നിറമുള്ളതാണ് വിറ്റത്, എത്രയാണ് എമൗണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്, അതൊന്നും അവരെന്ത് ചെയ്തില്ല, എഴുതി വെച്ചിട്ടില്ല. പക്ഷേ അവർ നല്ല രൂപത്തിൽ ബിസിനസ് ചെയ്തിട്ടുണ്ട്. അവിടെ എങ്ങനെയാണ് സാധനം കൊണ്ടുവന്ന് ഡയറക്റ്റ് ഒന്ന് എഴുതി വെക്കാതൊരു അവരുടെ കമ്മട്ടം എന്ന് പറയില്ല നമ്മൾ, ആ രൂപത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവരവിടെ കച്ചവടം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അഥവാ 100 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു പെർസെൻറ്റേജ് ലാഭം എടുത്തിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്, സെയിലൊക്കെ അവർ നടത്തിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ എന്ത് ചെയ്തു, അവർ ആ ഒരു ട്രാൻസാക്ഷൻസ് എഴുതി വെക്കാൻ മറന്നു. അറ്റ് ഡേസ് എൻഡ് ദേ വേർ പസിൽഡ് അല്ലേ. അവരെന്ത് ചെയ്തു, അവസാനമായപ്പോഴേക്ക് അവർ ട്രാൻസാക്ഷൻസ് മൊത്തം മറന്നു. എവിടുന്ന് വാങ്ങി, എത്രയാണ് ഓരോ ദിവസവും കച്ചവടമായത്, എത്ര സെയിൽസ് വന്നു. പക്ഷെ അവർക്ക് എന്തുമില്ല അല്ലേ, അവർക്ക് അതിനെപ്പറ്റി യാതൊരായിട്ടില്ല. വാട്ട് വാസ് ദ കോസ്റ്റ് ഓഫ് ഈച്ച് ഐറ്റം, ഓരോന്നിനും എത്ര രൂപയാണ് നമുക്ക് ചിലവായത്, അത് അവർ എഴുതിയേക്കാൻ മറന്നു. ഹൗ മെനി വെർ സോൾഡ്, നമ്മൾ എത്ര പീസ് വിറ്റു, ഇവിടെ കുറച്ച് ബാലൻസ് കാണുന്നുണ്ടല്ലോ, ഇനി എത്ര എണ്ണം വിറ്റു, നമ്മൾ ഏതൊക്കെ കളറാണ്, ഇതൊക്കെ അവർക്ക് ആ കൺഫ്യൂസ്ഡായി.
ഹൗ മെനി റിമൈൻഡ്, എത്ര ബാലൻസ് കിടക്കുന്നുണ്ട്. അതേപോലെ എക്സ്പെൻസ് വെർ ഇൻക്വേർഡ്, അഥവാ എന്ത് ചെയ്തു, എത്ര രൂപയാണ് നമുക്ക് എക്സ്പെൻസ് വന്നിട്ടുള്ളത് അല്ലേ, പ്രധാനപ്പെട്ട രൂപ എവിടേക്കാണ് നമുക്ക് ചിലവുകൾ വന്നത്. ഹൗ മച്ച് പ്രോഫിറ്റ് വാസ് മെയ്ഡ്, എത്ര രൂപയാണ് നമുക്ക് ലാഭം കിട്ടിയത്. ഇതൊക്കെ അവരെന്ത് ചെയ്തു, മറന്നുപോയി. കാരണം എന്താണ്, ട്രാൻസാക്ഷൻസ് നോട്ട് റെക്കോർഡഡ് അല്ലേ, അവരെന്ത് ചെയ്തിട്ടില്ല, റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ എന്ത് ചെയ്യണം, നമുക്ക് അവോയ്ഡ് ചെയ്യണം അല്ലേ. സിസ്റ്റമാറ്റിക്കലി റെക്കോർഡിങ് പർച്ചേസ്, സെയിൽസ് ആൻഡ് എക്സ്പെൻസസ് ഒക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് എഴുതി വെക്കണം. ഇതിന് നമുക്ക് നിർബന്ധമായിട്ടും ഒരു സിസ്റ്റം വേണം അല്ലേ, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സിസ്റ്റം വേണം. അല്ലാതെ വെറും ഒരു സിസ്റ്റം പോരാ, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സിസ്റ്റം തന്നെ വേണം അല്ലേ. ആ ബിസിനസ് ഗ്രോ, നമ്മുടെ ബിസിനസ് വളരുന്ന സമയത്ത് ട്രാൻസാക്ഷൻ വോളൂമീസ് ഇൻക്രീസ് അല്ലേ, ട്രാൻസാക്ഷൻസ് ഇങ്ങനെ ഡേ ടു ഡേ കൂടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇറ്റ് ബിക്കംസ് ഇമ്പോസിബിൾ ടു റിമെമ്പർ എവരി ഡീറ്റെയിൽ. നമ്മൾ എത്ര രൂപക്ക് പർച്ചേസ് ചെയ്തു, അതേപോലെ നമ്മൾ എത്രയാണ് നമ്മുടെ പ്രോഫിറ്റ് കിട്ടിയത്, ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് ഓർമ്മ കിട്ടില്ല അല്ലേ. നമ്മുടെ ബിസിനസ് പതുക്കെ ഉയർന്നു വരികയാണെങ്കിൽ ആരും അക്കൗണ്ടിങ് ഒന്നും എന്ത് ചെയ്യൂല, ഒരു തുടക്കത്തിൽ തന്നെ നമ്മൾ അക്കൗണ്ടന്റിനെ ഒന്നും വെക്കൂല. നമ്മുടെ ബിസിനസ് ഒന്ന് കുഴപ്പമില്ലാത്ത രൂപത്തിൽ ഒന്ന് സക്സസ്ഫുള്ളി മുന്നോട്ട് പോകാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ഒരു ബിസിനസ് ഒരു അക്കൗണ്ടന്റിന് അല്ലെങ്കിൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുള്ളൂ. അങ്ങനെ നമ്മുടെ വോളോമി കൂടുകയാണെങ്കിൽ, ഇങ്ങനെ കൂടുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഒരു അക്കൗണ്ടന്റിനെ വെക്കണം. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതൊക്കെ റിമെമ്പർ ചെയ്യാൻ കഴിയൂല എന്നാണ് പറഞ്ഞത് അല്ലേ. അത്തരത്തിലാണ് അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് ദ ടൂൾസ് ടു കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ഓർ ലോസ്. നമ്മുടെ സ്ഥാപനം ലാഭമാണോ നഷ്ടമാണോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ടൂളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അക്കൗണ്ടിങ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ അക്കൗണ്ടിങ് എന്ത് ചെയ്യും, ഇത് റിലയബിൾ ആയിട്ടും നല്ല രൂപത്തിൽ ആക്യുറേറ്റ് ആയിക്കൊണ്ടൊക്കെ എന്ത് ചെയ്യും, ഇത് നല്ല രൂപത്തിൽ ഇത് വർക്ക് ചെയ്യും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു സ്റ്റോറി രൂപത്തിൽ എന്തിനാണ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രാധാന്യം എന്നുള്ളത് നിങ്ങൾക്കൂടെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിങ് മീനിങ് ആൻഡ് ഡെഫിനിഷൻ അല്ലേ. അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ് എന്താണ്, അതേപോലെ അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞു നേരത്തെ അല്ലേ, ലാംഗ്വേജ് ഓഫ് ബിസിനസ്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ഓഫ് ബിസിനസ് ആണ് നമ്മൾ ചർച്ച ചെയ്തു അല്ലേ. അക്കൗണ്ടിങ് കമ്മ്യൂണിക്കേറ്റ്സ് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലേ. അക്കൗണ്ടിങ് ലാംഗ്വേജ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, അപ്പം എങ്ങനെയാണ് അക്കൗണ്ടിങ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അത് പുറം ലോകത്തോട് സംവദിക്കുന്നത് എന്താണ്, ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ ആണ്. അല്ലാതെ വേറെ എന്തെല്ലാം അതിലുള്ളത്, അവിടെ ആരെങ്കിലും കടയിലേക്ക് വന്നതോ പോയതോ, ഗസ്റ്റ് വന്നതോ ഗസ്റ്റ് പോയതോ എന്നല്ല ഉള്ളത്. നമ്മുടെ കടയിലേക്ക് വന്നിട്ടുള്ള ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, അക്കൗണ്ടിങ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആർക്കാണ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ് നിങ്ങൾക്ക് അറിയില്ല. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ അല്ലേ, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഓണേഴ്സ്, അഥവാ ആർക്കൊക്കെ നോക്കാൻ പറ്റും, അത് ബിസിനസിൻ്റെ നമ്മുടെ ഓണർമാർക്ക് അത് നോക്കാൻ പറ്റും. ക്രെഡിറ്റേഴ്സ്, നമ്മൾ ആർക്കൊക്കെ പണം കൊടുക്കാനുണ്ട് അവർക്ക് നോക്കാൻ പറ്റും. എംപ്ലോയീസ്, നമ്മുടെ ജീവനക്കാർക്ക് നോക്കാം. ഗവൺമെൻറ്റിന് കൊടുക്കുക, സൊസൈറ്റി പൊതുസമൂഹത്തിന് നോക്കുക. അങ്ങനെ ആർക്കൊക്കെ നമ്മുടെ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ അറിയാൻ ആവശ്യമുണ്ടോ അവർക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ പെടും കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇത് നോക്കാൻ പറ്റും. അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു ലാംഗ്വേജ് ഓഫ് ബിസിനസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ് എന്നുള്ളത് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇറ്റ് സപ്പോർട്ട് ഹ്യൂമൻ മെമ്മറി ബൈ റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻ ആൻഡ് ഫങ്ഷൻസ് ആസ് ആൻ ഇൻഫർമേഷൻ സിസ്റ്റം. അഥവാ നമ്മുടെ മനുഷ്യന് എന്ന് പറയുന്നത് എത്രത്തോളം ഒരു മനുഷ്യന് നമ്മുടെ ബിസിനസ് ഓണർക്ക് അല്ലേ, നമ്മുടെ ക്യാപ്പബിലിറ്റി നമുക്കറിയാം, ഓർത്തു വെക്കാനുള്ള ഡേ ടു ഡേ ഒരു കാര്യം വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മറക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത്തരത്തിൽ നമ്മൾ മറക്കാതിരിക്കാനും നമ്മുടെ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും നമുക്ക് ഓർത്ത് വെക്കാനുള്ള ഒരു ഇൻഫർമേഷൻ സിസ്റ്റമായിട്ട് എന്ത് ചെയ്യും, ഇത് അല്ലേ റിസീവ് ചെയ്യുന്നതും പ്രോസസ്സ് ചെയ്യുന്നതും കൺവേർട്ട് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, ഫൈനാൻഷ്യൽ ഡാറ്റ യൂസ്ഫുൾ ഇൻഫർമേഷൻ ആയിട്ട് എന്ത് ചെയ്യും, ഇത് വർക്ക് ചെയ്യും. അതാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതാണ് ഒരു അക്കൗണ്ടിങ് ഈസ് ദ കമ്മ്യൂണിക്കേറ്റ് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അല്ലേ. ഇനി അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ നോക്കൂ. ഓക്കെ, അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്താണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പ്രധാനപ്പെട്ട നിങ്ങൾ നോക്കേണ്ടത് ഇതാണ്. പരീക്ഷയ്ക്ക് മേ ബി ചോദിക്കാൻ, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ഇത് ചോദിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്കിത് എഴുതി വെക്കാൻ പറ്റും. എസ്സേകളിലൊക്കെ നിങ്ങൾക്കിത് ഇൻട്രൊഡക്ഷൻ പാർട്ടിലൊക്കെ നിങ്ങൾക്കിത് കൊടുക്കാൻ പറ്റും. നിലവിൽ നിങ്ങളെല്ലാവരും +1 അല്ലെങ്കിൽ ആ കാറ്റഗറിയിൽ നിന്ന് പഠിച്ചു വന്നവരായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾക്കിത് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ മനസ്സിലാക്കാനൊക്കെ പറ്റും. ഓക്കെ, എന്താണ് അക്കൗണ്ടിങ് ഡെഫിനിഷൻ?
ആരാണ് ഇത് അക്കൗണ്ടിങ് ഡെഫിനിഷനോട് കൊടുത്തിട്ടുള്ളത്? അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സ് അല്ലേ, AICPA, അവരുടെ ഒരു ഡെഫിനിഷനാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സ് അവർ നൽകിയിട്ടുള്ള അതാണ് നമ്മളിപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്ത് പോരുന്നത്. ഞാൻ ഇതിനൊക്കെ എതിരാണ് കേട്ടോ. നമ്മൾ ഇത്രയും നമ്മളെ രാജ്യം കൺട്രി ഡെവലപ്പ് ചെയ്തിട്ട് എന്തുകൊണ്ട് നമ്മുടെ സ്വന്തം രാജ്യത്തിൻ്റെ ഒരു ഡെഫിനിഷൻ, നമ്മുടെ സ്വന്തം രാജ്യം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡെഫിനിഷൻ നമ്മുടെ ബുക്കിൽ രേഖപ്പെടുത്തുന്നില്ല? ഞാൻ ഈ ഒരു സിസ്റ്റത്തിനോടൊക്കെ എതിരാണ് കേട്ടോ. എന്നാലും നമ്മൾ പഠിക്കാനുള്ളത് നമ്മുടെ സിലബസ് നമുക്ക് എന്ത് ചെയ്യണം, പഠിക്കേണ്ട വേണമല്ലോ അല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ഒന്ന് രേഖപ്പെടുത്തു കേട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ അമേരിക്കനെ ബേസ് ചെയ്തിട്ടൊക്കെ നമ്മൾ ജീവിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്നോവേഷൻസും നമ്മുടെ ബുദ്ധിയൊക്കെ വളരെ വികസിച്ചിട്ടുണ്ട്. വ്യത്യസ്ത തരത്തിലൊക്കെ നമ്മളെ ആളുകൾ തന്നെയാണ് മുൻപന്തിയിലുള്ളത്. ഇത്തരത്തിലുള്ള ഫീൽഡിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ രാജ്യക്കാരൻ എന്ത് ചെയ്യണം, കൊണ്ടുവരണം എന്നുള്ളതാണ്. നമ്മുടെ ബുക്കുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ റെഫർ ചെയ്യണം. ഓക്കെ, എന്തായാലും വേണ്ടില്ല, ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു എന്നുള്ളൂ ഇവിടെ. ഓക്കെ, അപ്പോൾ AICPAയുടെ ഒരു ഡെഫിനിഷനാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. നോക്കൂ, അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിങ് അല്ലേ? അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിങ്. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു കലയാണ്. എന്തിൻ്റെ കലയാണ്? റെക്കോർഡിങ്ങിൻ്റെ കലയാണ്. റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ പല മീനിങ് ഉണ്ടല്ല. റെക്കോർഡിങ് ഇപ്പം നിലവിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ റെക്കോർഡ് ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. മൊബൈൽ ഫോണിൽ നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ പകർത്തി വെക്കാൻ നമുക്ക് മനസ്സിലാക്കില്ല. വീഡിയോ റെക്കോർഡിങ്, അങ്ങനെ വ്യത്യസ്ത തരത്തിൽ റെക്കോർഡിംഗ് എന്നുണ്ട്. അപ്പോൾ റെക്കോർഡിങ്ങിൻ്റെ ഒരു കലയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് കേട്ടോ. പാസ്റ്റിൽ കഴിഞ്ഞു പോയൊരു കാര്യത്തെ നിങ്ങൾ അതും പാടെ മനസ്സിലാക്കുക. കഴിഞ്ഞു പോയൊരു കാര്യത്തെയാണ് അക്കൗണ്ടിങ് എന്ത് ചെയ്യുന്നുള്ളൂ, അവിടെ ഒരു റെക്കോർഡ് ചെയ്ത് വെക്കുന്നുള്ളൂ. കഴിഞ്ഞു പോയ കാര്യം അത് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? റെക്കോർഡ് ചെയ്യാൻ വരാനിരിക്കുന്ന കാര്യം നമുക്ക് എഴുതി വെക്കാനൊക്കെ പറ്റും. പക്ഷേ അക്കൗണ്ടിങ്ങിൽ എന്ന് പറയുന്നത് കഴിഞ്ഞു പോയ കാര്യം മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഇവിടെ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അക്കൗണ്ടിൻ്റെ ലിമിറ്റേഷൻ്റെ ഭാഗത്ത് നമ്മൾ ചെറിയൊരു പോരായ്മയായിട്ട് പറയും, ഇത് കഴിഞ്ഞു പോയ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. വരാനിരിക്കുന്ന കാര്യത്തിൽ എന്ത് ചെയ്യുന്നില്ല, അക്കൗണ്ടുകൾ കൊടുക്കുന്നില്ലാനുള്ള ലിമിറ്റേഷനൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതിവിടെ സാന്ദർഭികമായിട്ട് പറഞ്ഞുള്ളൂ. ഇപ്പോൾ അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിങ് അല്ലേ? റെക്കോർഡിങ്ങിൻ്റെ ഒരു കലയാണ് അക്കൗണ്ടിൻ്റെ എന്ന് പറഞ്ഞാൽ. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ മാത്രമല്ല, ആദ്യം എന്ത് ചെയ്യണം, അവിടെ റെക്കോർഡ് ചെയ്യണം, ബേസായിട്ട് റെക്കോർഡ് ചെയ്യണം. പിന്നെ ക്ലാസിഫൈ ചെയ്യണം അല്ലേ? ക്ലാസിഫൈ ഞാൻ അവിടെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. റെക്കോർഡിങ് പറഞ്ഞാൽ രേഖപ്പെടുത്തുക എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ക്ലാസിഫൈ ചെയ്യണം. ക്ലാസിഫൈങ് എന്ന് പറഞ്ഞാൽ എന്താണ്? തരംതിരിക്കണം. ക്ലാസിഫൈങ് എന്ന് പറഞ്ഞാൽ തരംതിരിക്കുക. അപ്പോൾ നിങ്ങൾ നോക്കൂ, അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിങ് ആൻഡ് ക്ലാസിഫൈങ് അല്ലേ? അവിടെ ക്ലാസിഫൈന്ന് ആൻഡ് വരുന്നുണ്ട്. അഥവാ പിന്നെ നോക്കൂ, ആൻഡ് സമ്മറൈസിങ്. ഈ മൂന്ന് പ്രധാനപ്പെട്ട പോയിന്റുകൾ അല്ലേ? ഇത് നമുക്ക് രണ്ട് പാർട്ടാക്കി തിരിക്കട്ടോ. ഈ ഒരു ഡെഫിനിഷനെ രണ്ട് പാർട്ടാക്കി തിരിക്കുക. അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിങ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി അല്ലേ? ഇങ്ങനെയുള്ള ഒറ്റ പാർട്ടാക്കിയിട്ട് നമുക്ക് തിരിക്കുക. ഇതുവരെ ഇവിടെ മുതൽ ഇതുവരെ നമുക്ക് എന്ത് ചെയ്യാം, ഒറ്റ പാർട്ടാക്കി തിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനും സുഖമാണ്. അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിങ്. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അല്ലേ, രേഖപ്പെടുത്തി വെക്കുന്ന ഒരു കലയാണ്. ക്ലാസിഫൈങ്, അതിലെന്ത് ചെയ്യുന്നുണ്ട്, ധാരാളം തരം തിരിക്കലുണ്ട്. ആൻഡ് സമ്മറൈസിങ് എന്ന് പറഞ്ഞാൽ ചുരുക്കി വിവരിക്കലാണ് അല്ലേ? സമ്മറൈസിങ് എന്ന് പറഞ്ഞാൽ ചുരുക്കി വിവരിക്കുക. അല്ലാതെ എന്ത് ചെയ്യുന്നില്ല, മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അതിനകത്ത് പറയുന്നില്ല. ക്ലാസിഫൈങ് സമ്മറൈസിങ് എന്ന് പറഞ്ഞാൽ നടന്ന സംഗതി മൊത്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അതിൽ എഴുതുന്നില്ല. ആവശ്യമുള്ള സംഗതി മാത്രം നമ്മൾ സമ്മറൈസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൽ ഒരു അക്കൗണ്ടിങ് രൂപത്തിൽ എഴുതും. പിന്നെ സിഗ്നിഫിക്കൻറ്റ് മാനറിൻ്റെ അർത്ഥം എന്താ നോക്കൂ. യഥാർത്ഥത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അർത്ഥവത്തായ രീതിയിൽ ഏതെങ്കിലും രൂപത്തിൽ ഒരു അക്കൗണ്ടിന് തോന്നുന്ന രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, എഴുതാൻ പറ്റില്ല. അതിനൊരു പ്രത്യേക ഷേപ്പ് രൂപമൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ പറയും. പിന്നെ സിഗ്നിഫിക്കൻറ്റ് മാനർ, അർത്ഥവത്തായ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അതിനെപ്പറ്റി ഇവിടെ അർത്ഥവത്തായ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഇവിടെ പരാമർശിക്കുക, വിശദീകരിക്കുക. ഇൻ ടേംസ് ഓഫ് മണി, എന്താണ് ഇൻ ടേംസ് ഓഫ് മണി അല്ലേ? മണി എന്ന് പറഞ്ഞാൽ സാമ്പത്തികം അല്ലേ? സാമ്പത്തികം, പൈസയുമായി ബന്ധപ്പെട്ട് മണിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇവിടെ നമ്മൾ രേഖപ്പെടുത്തും. അല്ലാതെ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ എന്ത് ചെയ്യൂല, ഇതിനകത്ത് നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്നല്ല. ഇൻ ടേംസ് ഓഫ് മണി എന്ന് പറഞ്ഞാൽ സാമ്പത്തികവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് എന്ത് ചെയ്യുക, ഇതിൽ നമ്മൾ രേഖപ്പെടുത്തി വെക്കുക. അല്ലാതെ എന്ത് ചെയ്യുക, മാനേജർമാർ തമ്മിൽ പരസ്പരം അല്ലെങ്കിൽ ഒരു സ്റ്റാഫ് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പോയി അത് നമ്മൾ അക്കൗണ്ടിങ്ങിൽ എന്ത് ചെയ്യേണ്ട, രേഖപ്പെടുത്തി വെക്കേണ്ട ആവശ്യമില്ല അല്ലേ? അല്ലെങ്കിൽ എന്ത് ചെയ്തു, ഒരാൾക്ക് വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, നമ്മുടെ സ്ഥാപനത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, അത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ അക്കൗണ്ടിങ്ങിലെ ബുക്കിൽ എഴുതി വെക്കേണ്ട ആവശ്യം ഉണ്ടായില്ല. ഒരു മാനേജറും സുപ്പീരിയറും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി അല്ലേ? മേൽക്കടവും താഴെക്കടവും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായി, ഒരു എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി,
അതെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് അക്കൗണ്ടിങ്ങിൽ എഴുതി വെക്കേണ്ട. അതാണ് ഇൻ ടേംസ് ഓഫ് മണി. സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, അവിടെ രേഖപ്പെടുത്തി വെച്ചാൽ മതി അല്ലേ. മാറ്റം ഇനി നോക്കൂ, ഇനി ഇത് അടുത്തൊരു പാർട്ടാക്കിയിട്ട് നമുക്ക് കാണാം കേട്ടോ. അടുത്തൊരു പാർട്ട്, ഈ ഒരു ഇതിൻ്റെ ഒരു അടുത്ത പാർട്ട്, ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ് ലീസ്റ്റ് ഓഫ് എ ഫൈനാൻഷ്യൽ ക്യാരക്ടർ. നമ്മളിവിടെ അല്ലേ എഴുതപ്പെടുത്തുന്ന രേഖകൾ, ട്രാൻസാക്ഷൻസ് അല്ലേ, ആൻഡ് ഇവൻറ്റ്സ്, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ധാരാളം സാമ്പത്തിക ഇടപാടുകളുണ്ട്, ഇവൻറ്റ്സുകൾ, പരിപാടികൾ അതിനകത്ത് നടക്കുന്നുണ്ട് സാമ്പത്തികമായി ബന്ധപ്പെട്ടത്. അതിലെന്ത് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ നടക്കുന്ന ധാരാളം ഇവൻറ്റ്സുകളുണ്ട്, കുറേ ആക്ടിവിറ്റീസ് നമ്മുടെ ബിസിനസ്സിനകത്ത് നടക്കും. അതിലെന്ത് ചെയ്യണം, വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ, സാമ്പത്തിക സ്വഭാവമുള്ളത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അവിടെ എഴുതി വെക്കുള്ളൂ. ഞാൻ പറഞ്ഞ രൂപത്തിൽ അവിടെ എന്ത് പറ്റില്ല, മാനേജറും ഓണറും തമ്മിൽ ശബ്ദമുണ്ടായി അവിടെ വഴക്കുണ്ടായാലും എഴുതി വെക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ പൈസ പോവാതെ സാമ്പത്തികമായി ബന്ധമില്ലാത്ത എന്തെങ്കിലും കാര്യം, വേറെ എന്തെങ്കിലും അവിടെ പുതിയ സ്റ്റാഫ് വന്നത് എഴുതി വെക്കേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ പുതിയ സ്റ്റാഫിന് അവിടെ എന്തെങ്കിലും, അല്ലെങ്കിൽ പഴയ സ്റ്റാഫ് പോയപ്പോൾ അവനെന്തെങ്കിലും അലവൻസ് ഉണ്ടെങ്കിൽ, പേയ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതി വെക്കണം, അല്ലാതെ അല്ലേ. അതാണ് പറഞ്ഞത്, ഫിനാൻഷ്യൽ ക്യാരക്ടർ അവിടെ നിർബന്ധമായിട്ടുണ്ടാകണം, ഇൻ പാർട്ട് ഓഫ് അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ അല്ലേ. നോക്കൂ, കുറച്ചെങ്കിലും സാമ്പത്തിക സ്വഭാവമുള്ളത്, അറ്റ്ലീസ്റ്റ് 1 രൂപയുടെ എന്തെങ്കിലും ഫിനാൻസ് അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ, സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെന്ത് ചെയ്യണം, അതിൽ രേഖപ്പെടുത്തി വെക്കണം. അതാണ് പറഞ്ഞത് ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് ദെയർ ഓഫ്. എന്താണ് പറഞ്ഞത്, അഥവാ ഇന്റർപ്രറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആൻഡ് ഇന്റർപ്രറ്റിംഗ് വ്യാഖ്യാനിക്കണം അല്ലേ, ദ റിസൾട്ട് ദെയർ ഓഫ്. അഥവാ അതിൻ്റെ അകത്തുള്ള റിസൾട്ടുകൾ ആർക്ക് നോക്കിക്കഴിഞ്ഞാലും അത് വ്യാഖ്യാനിക്കാനും നോക്കാനൊക്കെ ഏത് സമയത്തും നോക്കാനും ഒക്കെ കഴിയുന്ന രൂപത്തിലായിരിക്കണം. അതാണ് ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിങ്. ഞാൻ പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മീനിങ് നിങ്ങളുടെ മനസ്സിൽ വരണം. നിങ്ങൾ ജസ്റ്റ് ഇത് കണ്ണ് പൂട്ടിയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക. അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിങ്, ക്ലാസിഫയിങ് ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി അല്ലേ. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഡെഫിനിഷൻ പറയുന്നത്. മാത്രമല്ല, ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ, അഥവാ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാമ്പത്തിക സ്വഭാവമുള്ളത് മാത്രമേ രേഖപ്പെടുത്തി വെക്കേണ്ടുള്ളൂ. അതാണ് പറഞ്ഞത്, എന്ത് നമ്മുടെ സ്ഥാപനത്തിൽ നടക്കുന്ന ഏത് ട്രാൻസാക്ഷൻ ആണെങ്കിലും, എന്ത് പരിപാടിയാണെങ്കിലും അവിടെ എന്ത് വേണം, ഫിനാൻഷ്യൽ ക്യാരക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഫിനാൻഷ്യൽ ക്യാരക്ടറുള്ള ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ, ചെറിയ തരത്തിലെങ്കിലും അല്ലേ, ഒരു കുറച്ചെങ്കിലും ഒരു ഫൈനാൻഷ്യൽ സ്വഭാവമുള്ളത് മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മൾ അവിടെ രേഖപ്പെടുത്തി വെച്ചാൽ മതി അല്ലേ. ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് ദെയർ ഓഫ്, അവിടെയുള്ള റിസൾട്ടുകളൊക്കെ നമുക്ക് സൂക്ഷ്മമായിട്ട് വ്യാഖ്യാനിക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ AICPA എന്നുള്ള ഒരു സ്ഥാപനമാണ് ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതാണ് നമ്മൾ ഫോളോ ചെയ്ത് പോരുന്നത്. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട് അല്ലേ, AICPA. ഇതാണ് നമ്മുടെ ഒരു അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ ആൻഡ് മീനിങ് എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നോക്കൂ, നമുക്ക് നമ്മുടെ ഇതിൻ്റെ ഒരു അക്കൗണ്ടിങ് മീനിങ് ആൻഡ് ഡെഫിനിഷൻ എന്നുള്ള ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ കഴിയും. അക്കൗണ്ടിങ് ദ AICPAയുടെ ഡെഫിനിഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കറക്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് ആണല്ലേ. അപ്പോൾ എന്താണ് പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലായിട്ട് കാണാം. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നമ്മളെ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഒരു വിശകലനം അടക്കമാണ് നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ ഒരിക്കലൂടെ ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മുടെ വീഡിയോക്ക് ഒരു 100 ലൈക്ക് നിങ്ങൾ തന്നാൽ മാത്രമാണ് അടുത്തൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, ഇവിടെ നല്ല രൂപത്തിൽ എനിക്ക് നിങ്ങൾക്ക് മുമ്പിൽ സംവദിക്കാൻ കഴിയുള്ളൂ. എനിക്ക് ഒരു മനസ്സിനൊരിത് വരണ്ടേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ രൂപത്തിൽ എനിക്ക് സപ്പോർട്ട് തരണം. അടുത്ത് നോക്കി ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാനുള്ളതാണ്. എന്താണ് ബുക്ക് കീപ്പിംഗ് എന്നുള്ള ചർച്ച ചെയ്യണം, പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് ഉണ്ട്, പിന്നെ സ്കോപ്പ് ഓഫ് അക്കൗണ്ടിങ് ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ചർച്ച ചെയ്യാനുള്ളതാണ്. ക്യാരക്ടറിസം വരാനുണ്ട്, അഡ്വാൻറ്റേജ് ലിമിറ്റേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് വരാനുണ്ട്. ഇതിൻ്റെ ഇൻഫർമേറ്റീവ്സ് ആരൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നെക്സ്റ്റ് ഒരു ഇതിലായിട്ട് ചർച്ച ചെയ്യാനുള്ളതാണ്. അതുതന്നെയാണ് നമ്മുടെ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾ പറയാണ് കേട്ടോ, ഇഗ്നോ യൂണിവേഴ്സിറ്റി എടുക്കാതെ നിങ്ങൾ എന്തുകൊണ്ട് SGO യൂണിവേഴ്സിറ്റി എടുത്തു, അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ഉപകാരം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ എക്സാം പാസ്സാവാൻ കുറച്ച് റിസ്ക്കാണ്. പക്ഷേ SGO ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ സിമ്പിളായിട്ട് നല്ല 100 മാർക്ക് അല്ലെങ്കിൽ ഫുൾ മാർക്ക് വാങ്ങിയിട്ട്
ഫുൾ ഡബിൾ A+ഓട് കൂടിയിട്ട് ഡിസ്റ്റിങ്ഷനോട് കൂടി തന്നെ ഓരോ സബ്ജക്റ്റും പാസ്സാൻ പറ്റും. ഇഗ്നോനെ സംബന്ധിച്ച് അത് നമുക്ക് കഴിയില്ല. കാരണം കഴിയില്ല എന്നല്ല, അതിൻ്റെ വാല്യുവേഷൻ അങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ ഒരു സ്വഭാവം, ക്യാരക്ടർ അങ്ങനെയാണ്. ഇഗ്നോയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, നല്ല പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പക്ഷേ അവർ 40 മാർക്കിലേക്ക് അല്ല 35 മാർക്ക് 50 മാർക്ക് ബിലോ അവിടെ ആയിത്തീരും. പക്ഷേ അവരുടെ എക്സാമിൻ്റെ പേപ്പർ ഒന്നും പാടെ നമ്മൾ മാനുവലായിട്ട് സാധാരണ നമ്മളെ കേരളത്തിലുള്ള ഒരാൾ ഇങ്ങനെ സാധാരണ ഒരു ഇഗ്നോ SGOU സ്റ്റൈലിൽ നമ്മൾ പഠിച്ച +1 +2 സ്റ്റൈലിലൊക്കെ നമ്മൾ വാല്യുവേഷൻ ചെയ്യാന്നുണ്ടെങ്കിൽ 85-90 മാർക്ക് കിട്ടേണ്ട വിദ്യാർത്ഥികൾക്ക് വെറും 45-50 മാർക്കേ തരുള്ളൂ അവർ. അത് ഇഗ്നോൻ്റെ ഒരു സ്റ്റൈൽ അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ SGO യൂണിവേഴ്സിറ്റി എടുത്തതിൽ ഞാൻ ഒന്നും പാട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാണ്. എക്സാം നടക്കാൻ ഇതിനൊക്കെ ചെറിയൊരു ലാഗ് ഉണ്ടെങ്കിലും ഒക്കെ റെഡി ആവുന്നതാണ്. കാരണം ആദ്യം അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളും ഇപ്പോൾ ഉള്ള പുതിയ വിദ്യാർത്ഥികൾക്കും നിങ്ങളുള്ള മാറ്റം നോക്കിയാൽ മതി. അവർക്ക് ഒരു കുഴപ്പമില്ലാതെ ലാസ്റ്റ് 2027-26 അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് ഒരു കുഴപ്പമില്ലാത്ത രൂപത്തിൽ നല്ല രൂപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല മുന്നോട്ട് യൂണിവേഴ്സിറ്റി പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു ക്ലാസ് ഇവിടെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതിയൊരു കണ്ടന്റുമായിട്ട് ഇതിൻ്റെ ബാലൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.